പടച്ചറബിന്റെ പരലോകത്ത് വരുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരെന്നറിയുമോ? അല്ലാഹു മതിയായ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഒരു മനുഷ്യൻ ആവശ്യമായ ഒരാൾക്ക് വേണ്ടതെല്ലാം അവന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും മറ്റുള്ളവന്റെ മുന്നിൽ യാചിക്കുന്നവനുണ്ടല്ലോ, കുറ്റം പറയുന്നവനുണ്ടല്ലോ, അവൻ നാളെ അവന്റെ മുഖത്ത് മാംസമില്ലാത്ത രീതിയിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനായി നിസാരനായി കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് വീട് നൽകി, അല്ലാഹു നമുക്ക് വാഹനം നൽകി, അല്ലാഹു നമുക്ക് ജോലി നൽകി, അല്ലാഹു കഴിക്കാനുള്ള ഭക്ഷണം നൽകി, അല്ലാഹു ആവശ്യമുള്ള സമ്പത്ത് നൽകി. ഇതെല്ലാം നൽകിയിട്ടും എന്തേ നിനക്കും മതി വരാത്തത്? പിന്നെയും എന്തൊരാർത്തിയാ സഹോദരാ. റസൂലുള്ള പറഞ്ഞു, ആദമിന്റെ മക്കൾക്ക് 2 കാര്യങ്ങൾ വെറുപ്പാണ്. ആദം സന്തതികൾക്ക് 2 കാര്യങ്ങൾ വെറുപ്പാണ്. അതിലെ ഒന്ന് മരണമാണ്. 2 വയക്റഹു ഫല്ലാന്റെ റസൂൽ പറയുകയാ, വയക്റഹു ഖില്ലത്തുൽ മാൽ. സമ്പത്ത് കുറഞ്ഞു പോകുന്നതിന് വല്ലാത്ത വെറുപ്പാ. സമ്പത്ത് കുറഞ്ഞു പോകുന്നത് ആദമിന്റെ സന്തതികൾക്ക് വെറുപ്പാണെന്ന് മുത്തുനബി പറയുമ്പോ, എന്റെ സഹോദര, അല്ല നിനക്കെല്ലാം തന്നില്ലേ? കിടക്കാൻ മഴ പെയ്താ നനയാതെ കിടക്കാൻ അല്ല നിനക്കൊരു സ്വന്തമായിട്ടൊരു വീട് നൽകിയില്ലേ? ബൈക്കാണെങ്കിലും ഏതെങ്കിലും ചെറിയ വാഹനമാണെങ്കിലും സഞ്ചരിക്കാൻ അല്ലാഹു നിനക്കൊരു വാഹനം നൽകിയില്ലേ? നിനക്കൊരു ചെറിയ കച്ചവടം നൽകിയില്ലേ? ഇതെല്ലാം അല്ലാഹു നിനക്ക് നൽകിയിട്ട് എന്തേ നിന്റെ ആർത്തി കുറയാത്തത്? എന്തേ പിന്നെയും യാചിക്കുന്നത് എന്തിനാണ്? ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ളവൻ നാളെ പരലോകത്ത് കടന്നു വരുന്ന അവസ്ഥ പരിതാപകരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ